ഈ വിക്രമനാഥ് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി. അടൂർ പ്രകാശും വന്നിട്ടുണ്ടായിരുന്നു പോറ്റിയുടെ വീട്ടിൽ. കടകംപള്ളി 2 തവണ ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിൽ വന്ന് സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഏറ്റവും നിർണായകമായി പുറത്തു വന്നിരിക്കുന്ന 2 മൊഴികളാണ്. ശബരിമല അയ്യപ്പന്റെ വിഗ്രഹവും അവിടുന്ന് മാറ്റിയിട്ടുണ്ടോ? കാരണം ED കേരളത്തിൽ അന്വേഷിച്ചു തുടങ്ങിയിട്ടുള്ള ഒറ്റ കേസുകളും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് LDF സർക്കാരിന് ഇതിനകത്ത് പൂർണ്ണമായ പങ്കുണ്ട് ഈ കൊള്ളയിൽ. ഇതിനകത്ത് കടകംപള്ളി സുരേന്ദ്രന് ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക പ്രയാസം. ഈ ശബരിമല ഏകദേശം ദശാബ്ദങ്ങളായിട്ടുള്ളൊരു പ്രക്രിയയാണ് കൊള്ളയത്. അപ്പോൾ അവിടെ ഈ വരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അതേപോലെ ദേവസ്വം മന്ത്രിക്കും മെമ്പർമാർക്കും എല്ലാം ഇതൊരു വലിയ ക്ഷേത്രമൊന്നും അല്ല, ഉഗ്രം പുരാവസ്തുക്കളാണ്. ദേവസ്വം മന്ത്രിയുടെ ഉത്തരവാദിത്വം ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള കൊള്ള നടത്താനായിട്ടുള്ള നേതൃത്വപരമായ ഒരു അവസരം ഒരുക്കി കൊടുത്തത് CPM-ന്റെ നേതൃത്വത്തിലുള്ള LDF. ഇപ്പോൾ VSSC-യിൽ നടത്തിയ പരീക്ഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു ഒറിജിനൽ അവിടെ അന്ന് പൂശിയിരുന്ന സ്വർണ്ണമല്ല രണ്ടാമത് കൊണ്ട് പൂശി വെച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രഹസ്യങ്ങളുടെ ചുരുളഴിയലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. SIT-യുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ED-യുടെ ഭാഗത്തു നിന്ന് കൃത്യമായ നീക്കങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലയിടങ്ങളിൽ ചെറിയ ലാഗ് വന്നു, ചെറിയ സ്ലോ വന്നു. അതൊരു പക്ഷെ ഉന്നതരിലേക്ക് വിരൽ ചൂണ്ടാനുള്ളൊരു മടിയായിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഏറ്റവും നിർണായകമായി പുറത്തു വന്നിരിക്കുന്ന 2 മൊഴികളാണ്. ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത്. അദ്ദേഹം പറയുന്നത് പല ഉന്നതർക്കും പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും പല ഉദ്യോഗസ്ഥർക്കും ഉപഹാരങ്ങൾ ഒരുപാട് നൽകിയിട്ടുണ്ട് എന്ന്. അതിനേക്കാൾ നിർണായകമായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അയൽവാസിയായിട്ടുള്ള വ്യക്തിയുടെ മൊഴിയാണ്, വിക്രമൻ നായർ. അദ്ദേഹം പറയുന്നത് കടകംപള്ളി 2 തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീട്ടിൽ വന്ന് സന്ദർശിച്ചിട്ടുണ്ട്. അതിൽ 2ാം തവണ വന്നപ്പോൾ സൽക്കാരം സ്വീകരിച്ചിട്ടാണ് മടങ്ങിയത് എന്നുള്ളത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ കടകംപള്ളിയെ കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കടകംപള്ളി ജയിലിലേക്ക് പോകുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവുകളല്ലേ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കടകംപള്ളി സുരേന്ദ്രന് ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക പ്രയാസമാണ്. അതെ, കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഇതിന്റെ ഈ ശബരിമലയെ നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക്, പക്ഷേ ദേവസ്വം ബോർഡിന്റെ ഭരണത്തെ മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു വ്യക്തത വേണം. ഇപ്പോൾ ദേവസ്വം മന്ത്രിയുണ്ട് അല്ലേ? ദേവസ്വം മന്ത്രിയുടെ ഉത്തരവാദിത്വം എന്താണ്? ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും തമ്മിലുള്ള പിന്നെ ബന്ധം എങ്ങനെയാണ്? കാരണം ദേവസ്വം മന്ത്രി ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് അല്ലേ? ഗവൺമെൻറ് ദേവസ്വം ബോർഡിൽ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളിൽ, ഭരണപരമായ കാര്യങ്ങളിൽ, ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ ഗവൺമെൻറ്റിന് നേരിട്ട് ഇടപെടാൻ പാടില്ല. പിന്നെ മൂന്നാമതൊരു ഘടകം എന്ന് പറയുന്നത്, അതായത് മാനേജീരിയൽ റെസ്പോൺസിബിലിറ്റിയാണ് ഗവൺമെൻറ്. മാനേജീരിയൽ ലീഡർഷിപ്പ്, അതായത് നേതൃത്വപരമായ ഉത്തരവാദിത്തമാണ് ആർക്കുള്ളത്? ഗവൺമെൻറ്റിനുള്ളത്. അതേസമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഉത്തരവാദിത്തമാണ് ദേവസ്വം ബോർഡിനുള്ളത്. അതിൻ്റെ മുഴുവൻ ഭരണവും, അതിൻ്റെ സ്വത്തുവകകൾ സംരക്ഷിക്കുക, സൂക്ഷിക്കുക, അതിൻ്റെ കസ്റ്റോഡിയൻ, ഇതെല്ലാം തന്നെ ഈ ദേവസ്വം ബോർഡിനെ സംബന്ധിക്കുന്ന എല്ലാ ഉത്തരവാദിത്വവും ഭരണ ചുമതലയും ഈ ദേവസ്വം ബോർഡിനാണ്. ഇനി അടുത്ത മൂന്നാമത്തെ ഘടകമാണ് തന്ത്രി. തന്ത്രി എന്ന് പറയുന്നത്, ക്ഷേത്രം എന്ന് പറയുന്നത് അവിടുത്തെ ദേവതയും ആചാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതുകൊണ്ടാണ് ആൾക്കാർ വരുന്നത് അല്ലേ? അപ്പോൾ അത് സംബന്ധിച്ച് ആചാരപരമായ കാര്യങ്ങളും ക്ഷേത്ര സംബന്ധമായ ആചാരങ്ങളുടെയും അതേപോലെ തന്നെ വിശ്വാസങ്ങളുടെയും കാര്യങ്ങളെല്ലാം സംബന്ധിച്ചിട്ട് അവസാന വാക്ക് തന്ത്രിയാണ് പറയുന്നത്. തന്ത്രി പറയാതെ അത്തരം കാര്യങ്ങളിൽ ഒരു തൂവൽ പോലും അനങ്ങാൻ പറ്റില്ല. അപ്പോൾ ഈ രീതിയിലാണ് 3 രീതി, ഇതിൻ്റെ ആ ഒരു ഘടന നമുക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടാവണം. അപ്പം ഗവൺമെൻറ് പിന്നെ ഒരു നേതൃത്വപരമായ ഒരു ചുമതല വഹിക്കുന്നു പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു ഏറ്റവും ഈ ദേവസ്വം ബോർഡ് ഭരിക്കുന്നതിന് ഏറ്റവും യോഗ്യനായ ഒരു പ്രസിഡന്റിനെ നിശ്ചയിക്കുക. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥാപനത്തിൻ്റെ തന്നെ ഒരു ചുമതല ഏൽപ്പിക്കുന്ന വ്യക്തി, ആ വ്യക്തി കേപ്പബിൾ ആണോ അല്ലയോ എന്നുള്ളത് നിയമിക്കുന്ന വ്യക്തി നോക്കണം, വേണ്ടേ? അതുപോലെ ഗവൺമെൻറ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ K ജയകുമാറിനെ അവിടെ അപ്പോയിന്റ് ചെയ്തു. ആരാ അപ്പോയിന്റ് ചെയ്തേക്കുന്നത്? ഗവൺമെൻറ്റാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ K ജയകുമാർ മുൻ ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹം വലിയ അഴിമതിക്കാരനല്ല, ഭരണത്തിന് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, മികവുണ്ട്. അതാണ് നേതൃത്വപരമായ പങ്ക്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ ദേവസ്വം ബോർഡിലേക്ക് നിയമിച്ചു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളുടെ എന്താണോ അവിടെ വരുന്ന ഭക്തരുടെയും ആഗ്രഹങ്ങളും, അതുപോലെ ക്ഷേത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, സമൂഹവുമായിട്ട് എങ്ങനെ ക്ഷേത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു, അവിടെ വരുന്നവരുടെ കാര്യങ്ങൾ എങ്ങനെ, അത് എല്ലാം വ്യക്തമായിട്ട് ഈ എഫിഷ്യൻ്റായിട്ടുള്ള ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അത് നിർവഹിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ നേതൃത്വപരമായ പങ്കും ഭരണപരമായ പങ്കും, മനസ്സിലായില്ലേ? എന്നിട്ട് ആ മെമ്പേഴ്സിനെ നിശ്ചയിക്കുന്നു, ദേവസ്വം ബോർഡ് മെമ്പേഴ്സ്. ആ മെമ്പേഴ്സിനെയും
അതേപോലുള്ളവരായിരിക്കും നിയമിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് LDF ഗവൺമെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ദൈവം അല്ലെങ്കിൽ വിശ്വാസമില്ല എന്നുള്ള നിരീശ്വരവാദികളായിട്ടുള്ള ആൾക്കാരെയാണ് അവിടെ ദേവസ്വം ബോർഡ് മെമ്പറായിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടും ഒക്കെ നിശ്ചയിക്കുന്നത്. അത് ഈ ശബരിമല ഏകദേശം ദശാബ്ദങ്ങളായിട്ടുള്ളൊരു പ്രക്രിയയാണ് കൊള്ളയെന്നുള്ളത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി വന്നു കഴിഞ്ഞാലും ശബരിമലയിലെ ഏറ്റവും താഴെ ഉള്ള ഒരു ജീവനക്കാരൻ്റെ വിദൂരത്തിലുള്ള ഒരു ബന്ധമായാലും മതി, അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണെങ്കിൽ അയാൾക്കും അവിടെ ഈ ലക്ഷങ്ങളുടെ അഴിമതികളും കൊള്ളകളിലും ഏർപ്പെടാൻ പറ്റും പല രീതിയിൽ. എന്തിനാ പറയുന്നത്, ഈ ഭിക്ഷക്കാരില്ലേ, ഭിക്ഷാടനം പോലും ശബരിമലയിൽ വലിയൊരു കോഴയുടെ സംഗതിയാണ്. അറിയുമോ അതിനെക്കുറിച്ചിട്ട്? അവിടെ നമ്മൾ ശബരിമലയിൽ കയറി പോകുന്ന സമയത്ത് ഇരുവശങ്ങളിലും കൈകാലുകളില്ലാത്തവരും പിന്നെ പല അംഗവൈകല്യങ്ങൾ സംഭവിച്ച ആൾക്കാരെയും കൊണ്ട് നടത്തിയിട്ട് ഇങ്ങനെ കൊണ്ടിട്ടിരിക്കും. എന്നിട്ട് ഒരു തോർത്തും വിരിക്കും. അപ്പോൾ അതിനകത്ത് വീഴുന്നത് ഈ പറഞ്ഞ ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളൊക്കെ ഒന്ന് വീഴുന്നത് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഇല്ല. ഈ വരുന്ന ചങ്ങാതി ഇങ്ങനെയുള്ള വ്യക്തികളെല്ലാം ഈ മല കയറ്റി കൊണ്ടുവിടുന്നത് ചില ഏജൻസികളാണ്. അപ്പോൾ അവർക്ക് ഇത് ഒരു ദിവസം കിട്ടുന്നത് ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ റുപ്യാണ് കിട്ടുന്നത്. അപ്പോൾ അത്രയ്ക്ക് വരെ റാക്കറ്റുകൾ കൊള്ള നടത്താൻ ഉള്ളൊരു സ്ഥലമാണ് ശബരിമല. പക്ഷേ ഈ LDF ഗവൺമെൻറ് വന്നപ്പോഴത്തേക്ക്, CPM ഗവൺമെൻറ് വന്നപ്പോഴത്തേക്ക് ആചാര ലംഘനത്തിലൂടെയാണ് ഞങ്ങളുടെ പിന്നെ നവോത്ഥാന കേരളത്തെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുമെന്ന് പറഞ്ഞ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ യുവതീ പ്രവേശനം ഉണ്ടാക്കി. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ അവിടെ ഈ വരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അതേപോലെ ദേവസ്വം മന്ത്രിക്കും മെമ്പർമാർക്കും എല്ലാം ഇതൊരു വലിയ ക്ഷേത്രമൊന്നും അല്ല, ഇത് ഉഗ്രം പുരാവസ്തുക്കളാണ് അല്ലേ. ഇന്ന് പുരാവസ്തുക്കളുടെ കമ്പോളം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കമ്പോളമല്ല. ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പുരാവസ്തു കമ്പോളത്തിൽ ഏറ്റവും വിലപിടി മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു സംഗതിയാണ് ശബരിമല അയ്യപ്പൻ്റെ വിഗ്രഹവും അവിടുത്തെ സകല പിന്നെ വാതിൽപ്പാളികളും കട്ടിളപ്പാളികളും. എൻ്റെ ബലമായ വിശ്വാസം ശബരിമല അയ്യപ്പൻ്റെ വിഗ്രഹവും അവിടുന്ന് മാറ്റിയിട്ടുണ്ടാവും. കാര്യം അവിടെ തന്ത്രിക്കോ പൂജാരികൾക്കോ എല്ലാം അകത്ത് കയറാൻ പറ്റത്തില്ല. അപ്പോൾ നാളെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്ന് ശബരിമല കോവിലിനകത്ത് കയറാൻ പറ്റത്തില്ല, കയറില്ല, കോടതി അനുവദിക്കത്തില്ല, കയറാനുള്ള യോഗ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ആ അയ്യപ്പൻ്റെ വിഗ്രഹത്തിനെ എടുത്ത് മാറ്റിയിട്ട് ഒരു ഇന്ത്യയിൽ തന്നെ ഏറ്റവും പിന്നെ കൂടിയ വിലയ്ക്ക് ആയിരക്കണക്കിന് കോടി രൂപയ്ക്ക് വേണമെങ്കിൽ ഇത് വിൽക്കാൻ പറ്റും. അപ്പോൾ ഒരു പക്ഷേങ്കിൽ അയ്യപ്പൻ്റെ വിഗ്രഹം പോലും ഈ രാജ്യം വിട്ടു പോയിട്ടുണ്ടാവാം. ഇപ്പം നിലവിൽ അവിടെ ഉള്ളത് അതൊരു വിശ്വാസമല്ലേ, അതിൻ്റെ ആവശ്യമുള്ളത് വേറെ കാര്യം. പക്ഷെ ആ ഒറിജിനൽ വിഗ്രഹം അവിടെ ഉണ്ടാവണമെന്നില്ല. ഈ നിലവിലെ ഈ മോഷണത്തിൻ്റെ കാരണം ഇത് ഒരവസരമാണ്. ഇത് 1, 2, 100, 200 കോടിക്കൊന്നുമല്ല ഇതിൻ്റെ ഈ വ്യവസായത്തിൻ്റെ വ്യാപാരം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ ശബരിമല അയ്യപ്പനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപടി ഇരിക്കുന്ന ഒരു അയ്യപ്പനെ കൊണ്ടാക്കാൻ പ്രയാസമില്ല. ഒറിജിനൽ വിഗ്രഹം എടുത്ത് മാറ്റിക്കൊണ്ടെടുത്തു കഴിഞ്ഞാൽ അത് ഈ വ്യവസായ വ്യാപാരം നടത്തുന്ന ആൾക്കാർക്ക് അറിയാം ഒറിജിനലാണോ അല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ അതിന് വേണമെങ്കിൽ 1000 കോടി 2000 കോടിയൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം അല്ലേ. അപ്പോൾ ഇപ്പോൾ VSSCയിൽ നടത്തിയ പരീക്ഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു ഒറിജിനൽ അവിടെ അന്ന് പൂശിയിരുന്ന സ്വർണ്ണമല്ല, രണ്ടാമത് കൊണ്ട് പൂശി വെച്ചിരിക്കുന്നതെന്ന് അല്ലേ. അപ്പോൾ ആ ഒറിജിനൽ വാതിൽപ്പാളിയുടെ പോയിരിക്കുന്നു, അത് പക്ഷേ രാജ്യം വിട്ടിട്ടുണ്ടാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള കൊള്ള നടത്താനായിട്ടുള്ള നേതൃത്വപരമായ ഒരു അവസരം ഒരുക്കി കൊടുത്തത് CPM-ന്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെൻറ്റാണ്. അല്ല ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കൊള്ളയ്ക്കുള്ള അവസരം ഒരുക്കിയത്. ആ അവസരത്തിൽ എല്ലാവരും പങ്കെടുത്തു. അത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം അറിയാതെ ഇത്തരം കൊള്ള നടത്തത്തില്ല. അതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഇപ്പോൾ വിക്രമൻ നായർ പറഞ്ഞിരിക്കുന്നത്. വിക്രമൻ നായർ 2 തവണ കണ്ടു എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം കാണാതെ എത്ര വന്നിട്ടുണ്ടാവും അല്ലേ. ഒരു തവണ ഗവൺമെൻറ്റുമായിട്ട് വന്നു, ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പോയിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇതെല്ലാം ഇതുവരെ ആദ്യം നിഷേധിച്ചും മറ്റേ എനിക്കറിയാം അവിടെ മന്ത്രിയാകുമ്പം കാണും ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുകയായിരുന്നു സാധനം. പക്ഷെ ഒരാളുടെ വീട്ടിൽ അബദ്ധവശാൽ വന്ന് ഭക്ഷണം കഴിച്ചു പോകില്ലല്ലോ. ഒന്നിലധികം വിശേഷിച്ചൊരു മന്ത്രിയും ഗവൺമെന്റുമായിട്ടൊക്കെ ഒരു പോറ്റിയുടെ വീട്ടിൽ വന്നിട്ട് ഓർമ്മക്കുറവിൽ ഇത് ചെയ്യാൻ വഴിയില്ല അല്ലേ. അപ്പോൾ ഇതിനകത്ത് LDF സർക്കാരിന് ഇതിനകത്ത് പൂർണ്ണമായ പങ്കുണ്ട് ഈ കൊള്ളയിൽ. അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ SITയുടെ അന്വേഷണം ഒരു ഘട്ടത്തിൽ വെച്ച് വല്ലാണ്ട് ലാഗ് ചെയ്തു, ഇഴഞ്ഞ സമയത്താണ് കോടതി ചോദിച്ചത് എന്തു പറ്റിയത് ഇങ്ങനെ നിന്നുപോയതെന്ന്. അവസാനം കോടതിയുടെ ഭാഷ ശക്തമാക്കിയപ്പോഴാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്.
ഇപ്പോഴും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരല്ലേ. അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ മുകളിലുള്ള ആൾക്കാർ അവർക്ക് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. സമ്മർദ്ദമുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. അത് കോടതിയുടെ ഭാഷയിലൂടെ തന്നെ തെളിഞ്ഞിഴിഞ്ഞു അല്ലേ. അപ്പോൾ ആ സമ്മർദ്ദം എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും തങ്ങളുടെ ഭാഗത്ത് കുറ്റമില്ല എന്നുണ്ടെങ്കിൽ സമ്മർദ്ദത്തിൻ്റെ ആവശ്യമില്ലല്ലോ. SIT സമ്മർദ്ദത്തിലാണ് എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ പിന്നെ ED വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ED രാഷ്ട്രീയമായ ഒരു തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണോ ED വന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ED കേരളത്തിൽ അന്വേഷിച്ചു തുടങ്ങിയിട്ടുള്ള ഒറ്റ കേസുകളും തെളിയിക്കപ്പെട്ടിട്ടില്ല. അത് ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ മല പോലെ വരും, എലി പോലെ പോകുന്ന അവസ്ഥയിൽ. സ്വർണം നയതന്ത്ര കള്ളക്കടത്ത് അല്ലേ, ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റി? വഴിതിരിച്ചു വിട്ടു. പിന്നീട് അത് ആരും അറിയാതെ അത് എലി പോലെ അങ്ങ് പോയി അല്ലേ. സ്വർണം ഇഷ്ടം പോലെ വന്നു എന്നുള്ളത് സത്യമാണ്. അതിനകത്ത് ആരൊക്കെ ഇടപെട്ടു എന്നുള്ളതും വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കേസിൻ്റെ അവസ്ഥ എന്തായി? അപ്പോൾ ED ഇടപെട്ടിട്ടുള്ള കേസുകളൊക്കെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ശബരിമലയിലെയും ED വന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ശബരിമലയിലെ ഈ കൊള്ളയും തേഞ്ഞുമാഞ്ഞ് പോകാനുള്ള സാധ്യത ഇല്ല എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ കോടതിയുടെ നിരീക്ഷണത്തിലായതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് പ്രതീക്ഷയുള്ള. കാരണം കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്, അത് SIT അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ രേഖകൾ നോക്കിയിട്ട്, ലഭ്യമായ രേഖകൾ നോക്കിയിട്ട് കോടതിക്ക് നല്ല കൃത്യമായിട്ട് ബോധ്യം വന്നു, ഇതിനകത്ത് അന്താരാഷ്ട്ര ഈ പുരാവസ്തു കൊള്ള സംഘങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കോടതി പറയുകയും ചെയ്തു. അപ്പോൾ കോടതിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ അന്വേഷണ ഏജൻസിയെ കോടതി നേരിട്ട് നിയന്ത്രണത്തെ നിയമിച്ചിരിക്കുന്നത് സാധനം. അതെ. ഇപ്പോൾ തന്ത്രിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തന്ത്രി പ്രതിയാണ് എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ അത് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു നീക്കവും ഇത്തരത്തിൽ ഇടത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഇതെല്ലാം ചെയ്തത് കോൺഗ്രസ് ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം തന്ത്രിയിലൂടെ വരുത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അപ്പോഴാണ് ഈ പറയുന്നത് പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അയൽവാസിയുടെ ഈ ഒരു മൊഴി പുറത്തു വന്നിട്ടുള്ളത്. ഈ പറയുന്ന മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമ്പോൾ വീണ്ടും ഒരു തവണ കൂടി ചോദ്യം ചെയ്യലുണ്ടായാൽ തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രൻ ജയിലിലേക്ക് പോകുന്ന ഒരു നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഇത് പിന്നെ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ED ഒക്കെ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്, ഇലക്ഷൻ എടുത്ത് വരികയാണ്. മാത്രമല്ല, ഈ വിക്രമനാഥ് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി. അടൂർ പ്രകാശും വന്നിട്ടുണ്ടായിരുന്നു പോറ്റിയുടെ വീട്ടിൽ. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലും ഈ കൊള്ളയൊക്കെ ഉണ്ട്. അവിടെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുകയും മെമ്പർമാരാവുകയും ചെയ്യുന്ന എല്ലാവരും വാരിക്കൊണ്ടാണ് പോകുന്നത്. അതിനകത്തൊന്നും ഒരു സംശയം വേണ്ട ആർക്കും. പക്ഷേ അവർക്ക് ഈ കട്ടിളയിലും വാതിൽപ്പാളിയിലും വിഗ്രഹത്തിലൊന്നും ഇടാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല കോൺഗ്രസ്സുകാർക്ക്. കാര്യം അത് ചിലപ്പോൾ അപകടമായുള്ളതൊരു പേടിയുണ്ടാവും. ഈ ചില വിശ്വാസത്തിൻ്റെയൊക്കെ പേരിൽ അതിനകത്തേക്ക് കയറാനുള്ള ഈ ശ്രീകോവിൽ വരെ ആകാം എന്നുള്ളത് ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡുകളുടെ കൊള്ളയുടെ ഒരു പരിധി എന്ന് പറയുന്നത് ശ്രീകോവിൽ വരെയായിരുന്നു. പക്ഷേ LDF വന്നപ്പോഴത്തെ അവർക്ക് വിശ്വാസമില്ലാത്തവരല്ലേ. അത് വെറും കല്ലിനകത്ത് ദൈവമില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് സ്വാഭാവികമാണല്ലോ. പക്ഷെ അതിന് വാല്യൂ ഉണ്ട്. രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഈ ശ്രീകോവിലിനകത്തേക്ക് കൊള്ള വ്യാപിക്കാനായിട്ട് കാരണമായ സാധനം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട സാധനമാണ്. അപ്പോൾ അവിടെയാണ് ഈ കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ ഈ ഇതിനകത്ത് ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത അവസ്ഥയുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് സുധാകരൻ, പഴയ ദേവസ്വം ബോർഡ് മന്ത്രി, അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കൊടുക്കുന്ന രാഷ്ട്രീയ കവചത്തിനുള്ളിലാണ് ദേവസ്വം ബോർഡും ശബരിമലയിൽ എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്വത്തും മറ്റ് വകകളും ഒക്കെ ഭദ്രമായിരിക്കുന്നത്. പക്ഷേ എന്നെ 3.5 കൊല്ലം കഴിഞ്ഞവൻ പിടിച്ചു മാറ്റി പിന്നെ കടകംപള്ളി വെച്ചു. അതും കൂട്ടി വായിക്കേണ്ടതാണ്. ശരിയാണ്, സുധാകരൻ ഇരുന്നാൽ നടക്കത്തില്ല. ദേവസ്വം ബോർഡ് മന്ത്രിയായ സുധാകരൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഞാനിരുന്ന സമയത്ത് ഒറ്റ കളവ് അവിടെ നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് സത്യമാണ്. അവിടെയാണ് ഇതിന്റെ ലീഡർഷിപ്പിന്റെ റോൾ വരുന്നത്. അതെ, അവിടെയാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ മന്ത്രിമാർക്ക് നേരിട്ട് ചെന്ന് സ്വർണം എടുക്കാൻ സാധിക്കില്ലല്ലോ എന്ന് ചോദിക്കുന്നവർക്ക് കൃത്യമായ മറുപടിയാണത്. കാരണം മന്ത്രിമാർക്ക് നേരിട്ട് ചെന്ന് ചോദിക്കുകയല്ല, പിന്നെ ഇതൊന്നും നോക്കാൻ സാധിക്കില്ലെങ്കിൽ എന്തിനാണ് പിന്നീട് മന്ത്രിയായി ഇരിക്കുന്നത് എന്നുള്ളത് വലിയൊരു. അതാണ് സുധാകരന്റെ വാക്കാണ് ഇതിനെല്ലാം ഉള്ള ഉത്തരം. അതെ, സുധാകരൻ പറഞ്ഞത്, ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് ഇത്തരം സംഗതികളൊന്നും നടക്കാൻ അനുവദിച്ചിട്ടില്ല, ധൈര്യപ്പെട്ടിട്ടുമില്ല. അത് സത്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇപ്പം PWD ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം ഭരിച്ച രീതിയും ഒക്കെ നോക്കുമ്പോൾ നമുക്കത് കേരള ജനതയ്ക്ക് ബോധ്യമായിട്ടുള്ള സാധനമാണ്. അദ്ദേഹം അഴിമതിക്കാരനോ അങ്ങനെയുള്ള വ്യക്തിയൊന്നുമല്ല. മാത്രമല്ല അത്യാവശ്യം വിവരവും ജോലി ചെയ്യാൻ അറിയാവുന്ന മനുഷ്യനാണ്. അപ്പോൾ സുധാകരൻ്റെ ആ ഒറ്റ മറുപടിയിൽ നിന്ന് തന്നെ
യഥാർത്ഥത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ വാതിൽ എവിടെയാണ്, അതിൻ്റെ താക്കോൽ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അതെ, ഇനിയിപ്പോൾ വരുന്ന സമയങ്ങളിൽ ഇത്തരത്തിൽ കടകംപള്ളിയുടെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ED വന്നപ്പോൾ ദ്രുതഗതിയിൽ കുറെ കാര്യങ്ങൾ നടന്നിരുന്നു. 21 ഇടങ്ങളിലായി എത്രയും പെട്ടെന്ന് ഒരു റെയ്ഡ്, മിന്നൽ റെയ്ഡ് ഉണ്ടായിരുന്നു. പല പരിശോധനകൾ നടന്നു, പല റിപ്പോർട്ടുകൾ കിട്ടിയെന്ന് പറയപ്പെടുന്നു, പുറത്തു വന്നിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ തുടക്കത്തിലുള്ള ശുഷ്കാന്തി അവസാനമാകുമ്പോഴത്തേനും കേസിനെ വഴിതിരിച്ചു വിട്ട് അല്ലെങ്കിൽ ആരും എവിടെയും എത്താത്ത രീതിയിലേക്ക് കൊണ്ടുപോകാനാണോ എന്നുള്ളത് സംശയിച്ചാൽ തെറ്റില്ലല്ലോ. ഒരു തെറ്റുമില്ല. കാരണം ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിൽ പറയുകയാണ് ED കേന്ദ്ര സർക്കാരിന്റെ അല്ലേ, ഞങ്ങൾക്കെതിരെ വന്ന് അന്വേഷണം നടത്താനായിട്ട് വന്നു, എന്ത് കണ്ടെത്തി? അതെ, നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്തിലും ചോദിച്ചു, ED വന്ന് അന്വേഷിച്ചു, എന്ത് കണ്ടെത്തി? ED വന്നിട്ട് ഒന്നും കണ്ടെത്തിയിട്ടില്ല, ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് LDF-നോ അല്ലെങ്കിൽ CPM നേതാക്കൾക്കോ പറയാനുള്ള ഒന്നാം തരം അവസരമായിരിക്കും. ED വന്നിട്ട് ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നയതന്ത്ര സ്വർണ്ണക്കുള്ള കേസുകൾ അവശേഷിക്കുകയാണെങ്കിൽ ശബരിമലയും അവശേഷിക്കാൻ പോകുന്നു. അവിടെയും ആകെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഹൈക്കോടതി, ദേവസ്വം ബെഞ്ച് ഇത് അങ്ങനെ വിടാൻ സാധ്യതയില്ല. പക്ഷേ എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് വരെ വേണമെങ്കിൽ ഇത് ഈ റിപ്പോർട്ട് നൽകാതെ അവനെ നീട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT-യിലെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അതീവ സമ്മർദ്ദത്തിലാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും എന്തൊക്കെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ രഹസ്യങ്ങൾ പുറത്തു വരുമ്പോൾ അറിയാം ഏതൊക്കെ നേതാക്കന്മാർ, ഏതൊക്കെ വമ്പൻ സ്രാവുകൾ കുടുങ്ങും എന്നുള്ളത്.